പൊന്നട നീ ഒരു ആങ്കൊച്ചല്ലേ ഇങ്ങനെ കിടന്ന് മോങ്ങാ. എടി നിനക്കൊന്നും മനസ്സിലാവുകയല്ലേ, ബോയ്സിനൊക്കെ അത് റിലേറ്റ് ആവുള്ളൂ. വാഴ 2 കണ്ടപ്പോ മുതൽ എനിക്ക് അച്ഛനെ മിസ് ചെയ്യുക. വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന എല്ലാവർക്കും ഈ സിനിമ കാണുമ്പോൾ വീട്ടുകാരെ മിസ് ചെയ്യും എന്ന് വിചാരിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതൽ നീ കരച്ചില്ലല്ലോ, ഒന്ന് നിർത്തടാ. എനിക്ക് കരച്ചിൽ നിർത്തണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു പടം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കരച്ചിൽ നിർത്താനാ? ഓ നിനക്ക് അത്രയും പ്രശ്നമാണ്, നീ ആ ഫോൺ എടുത്ത് വീട്ടിലോട്ട് അങ്ങ് വിളിക്കുക. നിന്റെ അച്ഛനെ വിളിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ നിനക്ക്. അച്ഛന് സന്തോഷമായിരിക്കും അല്ലേ? വിളിക്കാം. എന്നാ പെട്ടെന്ന് വിളിച്ചു, അവിടെ കിടക്കാൻ സമയമാവുന്നല്ലോ. വിളിക്കുവാ, ഇപ്പൊ എടുക്കുമായിരിക്കും. ഹലോ ഹലോ അച്ഛൻ, ഞാൻ വാഴ കണ്ട. നീ വാഴയല്ല മരവാഴയാടാ. നീ ജനിച്ചപ്പോ മുതൽ എനിക്ക് മനസ്സിലായതാ. അല്ല അച്ഛാ, എനിക്ക് അച്ഛനെ ഒരു സിനിമ കണ്ടപ്പോ എനിക്ക് ആഹാ, ഇവിടുന്ന് ലോൺ എടുത്തിട്ട് അവിടെ സിനിമ കണ്ട് നീ അർമാദിക്കും അല്ലടാ. കാണാൻ തോന്നുന്നു പറ, കാണാൻ തോന്നുന്നു പറ. അച്ഛാ, എനിക്ക് ആ സിനിമ കണ്ടപ്പോ അച്ഛനെ ഒന്ന് മിസ് ചെയ്തായിരുന്നു. ഇനി അതിന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരാനാണെങ്കിൽ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. വീടിന്റെ ആധാരം പണയം വെച്ചിട്ടാ നിന്നെ ഞാൻ കയറ്റി വിട്ടേക്കുന്നത്. അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നീ ഇങ്ങോട്ട് വന്നാ മതി. വെച്ചോ? ഞാൻ കട്ട് ചെയ്തു, നമുക്ക് വീട്ടിൽ പോവാം. ഭാഗ്യം, എനിക്ക് എന്റെ അച്ഛനെ മിസ് ചെയ്യാഞ്ഞത്. കറക്റ്റ്, അത് സത്യവാ. അച്ഛന്റെ ഒരു വോയിസ് മെസ്സേജ് ഉണ്ട്. അച്ഛന് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. നീ ഫോൺ കട്ട് ചെയ്തിട്ട് പോയല്ലടാ. ഒരു വിസ കിട്ടുവാണെങ്കിൽ അവിടെ വന്ന് ഞാൻ നിന്നെ തല്ലും.